അപ്പോൾ ഈ ചുരുക്കത്തിൽ മറ്റ് രാജ്യങ്ങൾക്കുമായിട്ട് സാമ്പത്തികമായ സംഘട്ടനത്തിന് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും രാജീവ് സാർ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിവസം തന്നെ കൃത്യമായ സൂചന തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം, ലോകാരോഗ്യ സംഘടനയിൽ അമേരിക്ക ഇല്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ അമേരിക്ക ആദ്യം എന്ന നയം അത് അമേരിക്കയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണെങ്കിലും മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തുടർ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർത്തുമെന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു ആഗോളവൽക്കരണം എന്ന വാക്കിന്റെ പ്രസക്തി അതിന് എത്രത്തോളമായിരിക്കും വരും ദിവസങ്ങളിൽ? ഈ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ന്യായമായ ഒരു കാര്യമാണ്. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളാണ് ഏറ്റവും മുൻപിൽ കാണേണ്ടത്. അതിന് നമുക്ക് അപലപിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ട്രംപ് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് മറ്റു രാജ്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിരുന്നു, പഠിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ താല്പര്യമുള്ളത് അമേരിക്കയും ഇന്ത്യയും ഒരേപോലെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ചൈനയുടെ വളർച്ചയും ചൈന എന്താണ് നമ്മുടെ അതിർത്തിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില മ്യൂച്വൽ ഇൻട്രസ്റ്റ് നമുക്കുണ്ട്. ഇതുപോലെ അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങളുമായിട്ടും മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് മുൻപിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അല്ലാതെ ഈ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിള് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങളെ പിന്നെ അതിൻ്റെ കാര്യത്തിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാപിത താല്പര്യങ്ങളിൽ ഒന്നാണ്, ഇപ്പം നമ്മൾ ഈ ഇതുവരെ അതിനെപ്പറ്റി അധികമൊന്നും പറഞ്ഞില്ല, ഈ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം. അതായത് ഒരുപാട് ഇന്ത്യൻസ് അമേരിക്കയിൽ പോയിട്ട് അവിടെ ഈ H1Bയുടെ ഒരു H1B ഹെൽ എന്നാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് കാത്തു കെട്ടി കിടക്കുകയാണ് അവർക്ക് ഒരു ഇമിഗ്രേഷൻ കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിന് രണ്ട് വശമുണ്ട്. അവർക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങളുണ്ട്, അതേസമയം ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട്. അതിൽ ഏതാണ് എങ്ങനെയായിരുന്നു വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷേ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ബർത്ത് റൈറ്റ് ടു സിറ്റിസൺഷിപ്പ് എന്നുള്ള ആ ഒരു ക്ലോസ് അത് 1868 14th Amendment ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടാണ് ഇത് വന്നത്. അതായത് അമേരിക്കയിൽ ജനിക്കുന്ന ഏത് കുട്ടിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നുള്ള ഒരു റൂളുണ്ട്. പക്ഷെ അത് മാറ്റാനുള്ള ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്. അതായത് ലീഗലായിട്ടുള്ള പേരൻസ് ആയിരിക്കണം, മാത്രമല്ല ലീഗലായിട്ട് വീസ ഹോൾഡ് ചെയ്യുന്ന H1B വീസ ഹോൾഡ് ചെയ്യുന്നവർ പോരാ, അവരുടെ പേരൻസ് ഒന്നുകിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ സിറ്റിസൻസ് ആയിരിക്കണം. അല്ലാത്തവർക്ക് അവിടെ പിന്നെ ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് കിട്ടുകയില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പക്ഷേ അതിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കാണുന്ന നമ്മളുടെ പല പ്രേക്ഷകർക്കും അവരുടെ ബന്ധുക്കൾ അമേരിക്കയിൽ ഈ സിറ്റുവേഷനിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. H1Bയിൽ എത്രയോ വർഷങ്ങളായിട്ട് കാത്തുകെട്ടി നിൽക്കുന്ന ആൾക്കാർ എനിക്കറിയാവുന്നതിലുണ്ട്. 10-20 കൊല്ലമായിട്ട് അവർക്ക് ഇമിഗ്രേഷൻ കിട്ടാതെ പോകുന്നവരുണ്ട്. അതിന് പിന്നെ അവർക്ക് മുൻപോട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണ്ടി വരുമോ അത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതേസമയം അതിൻ്റെ മറുവശം ഈ ഇന്ത്യയിൽ നിന്ന് പോയ മിടുക്കരായ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു വരാൻ പിന്നെ ഇഫ് ദേ ആർ ഫോഴ്സ്ഡ് ടു റിട്ടേൺ അത് ഇന്ത്യക്ക് നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. നമുക്ക് ഈ പിന്നെ രണ്ട് വശവും നോക്കേണ്ടതുണ്ട്. ഇതുപോലെയാണ് മറ്റ് രാജ്യങ്ങൾക്കും. ഫോർ എക്സാമ്പിൾ ഈ ബേബി ഡ്രില്ലിൻ്റെ കാര്യം പറഞ്ഞു. അമേരിക്ക ധാരാളം എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എനർജി കോസ്റ്റ്സ് കുറയ്ക്കും. അതേസമയം ഈ ക്ലൈമറ്റിസം എന്നുള്ളതൊരു ശരിക്കും ഒരു റിലിജനായിട്ട് കുറച്ച് നാളായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എക്സസീവായിട്ട് ഈ ഗ്രീൻ എനർജി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗ്രീൻ എനർജി പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ കാലിഫോർണിയയിൽ കണ്ടല്ലോ ഭയങ്കരമായ തീപിടുത്തം നടന്നു. അതിനുശേഷം അവിടെ സാൻ ഫ്രാൻസിസ്കോ അടുത്ത് മോസ് ലാൻഡിംഗ് എന്നുള്ള സ്ഥലത്ത് അവിടുത്തെ ഏറ്റവും വലിയ ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു പിന്നെ കെട്ടിടം കത്തിപ്പോയി. അപ്പോൾ ഗ്രീൻ എനർജിക്കും അതിൻ്റേതായ ചില നെഗറ്റീവ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രീൻ എനർജിയുടെ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനൊക്കെ അതും ഫോസിൽ ഫ്യൂൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് വരാൻ പറ്റില്ല. അതേപോലെ തന്നെ WHO കാര്യം നോക്കുകയാണെങ്കിൽ WHO സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ബൈഡൻ ഒരാളെ പാർഡൺ ചെയ്തല്ലോ, ഡോക്ടർ ഫൗച്ചി. ആ ഫൗച്ചി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഫൗച്ചിയും ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഈ വൈറസിനെ ഉണ്ടാക്കി എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൂട്ടുനിന്നതാണ് WHO. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നതും ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഡീഗ്ലോബലൈസേഷനാണ്. അതേസമയം
അവർ ഒരുപാട് അനാവശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ ട്രംപ് ചെയ്യുന്നത് ഇതെല്ലാം തെറ്റാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.